ശരിക്കും ഒരു ഹെൽത്തി ടൂത്ത് ഓഫ് വൈറ്റ് നിറമാണ്. പ്യുവർ വൈറ്റ് ഹെൽത്തി ടൂത്തിൻ്റെ ലക്ഷണങ്ങളല്ല. ടൂത്തിനാണ് രാകുന്നതെങ്കിൽ അത് അത്ര നല്ലതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഏറെക്കുറെ ഇനാമിലും ഡെൻറ്റിനും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പേഷ്യൻ്റ് കേസ് അനുസരിച്ചിരിക്കും, ഏത് പല്ല് അനുസരിച്ചിരിക്കും, പല്ലിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും നമ്മൾ അത് ഡിസൈഡ് ചെയ്യുക. മനുഷ്യന് തന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു കഴിവാണ് ചിരി. ചിരിക്കുമ്പോൾ പല്ലിന് നല്ലൊരു സൗന്ദര്യം വേണം എന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പല്ലിൻ്റെ സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ റന അഭിലാഷാണ്, ഡെന്റിസ്റ്റ് ഫ്രം ശക്തി ഹോസ്പിറ്റൽ, പ്രാവച്ചമ്പലം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ചിരിക്കുമ്പോൾ ഭംഗി ഉണ്ടാവണമെന്നാണ് ഇപ്പോൾ തന്നെ ഒരുപാട് കോസ്മെറ്റിക് കാര്യങ്ങൾ പല്ലിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അതിൽ മെയിൻലി ചെയ്യുന്നതാണ് പല്ലിൻ്റെ നിറം കൂട്ടുക, അതായത് വൈറ്റ് ടീത്ത് ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് എത്രത്തോളം ഫലപ്രദമാണ്, ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമുക്കറിയേണ്ടത്. പല്ലിന് നിറം വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ടൂത്ത് ബ്ലീച്ചിങ്. ബ്ലീച്ച് ചെയ്യുന്നതിന് ശേഷം നമ്മൾ പല്ലിന് നിറം കുറയ്ക്കുന്ന, അതായത് മഞ്ഞ കളറിലുള്ള ഫുഡ്സ്, കോഫി, ടീ ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഈ ട്രീറ്റ്മെൻറ്റിന് ഫലം കുറയും. ഈ ബ്ലീച്ചിങ് ട്രീറ്റ്മെൻറ്റ് വൺസ് ഇൻ ഇയറൊക്കെ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വളരെ റെഗുലറായിട്ട് ചെയ്യുന്നത് അത്ര അഭികാമ്യമല്ല. ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ നമ്മൾ എത്രത്തോളം നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യൂ അത്ര നാൾ കുറച്ച് ഡ്യൂറബിലിറ്റി കാണും അതിന്. യൂഷ്വലി ഈ സിനിമാ സ്റ്റാർസൊക്കെ കൂടുതൽ ചെയ്യുന്നത് വിനീഴ്സാണ്. അത് ഒരു പല്ലിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പല്ലിൻ്റെ അതേ ഷേപ്പിൽ അതിൻ്റെ മുകളിൽ ഘടിപ്പിക്കുന്നതാണ് വിനീർ. കൂടുതലും സിനിമാ സ്റ്റാർസ് ചെയ്യുന്നത് പല്ലിൽ വിനീറാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ല വെള്ള പല്ല് പോലെ ഇരിക്കുന്നത് വിനീറാണ്. സാധാരണ നമ്മളുടെ നോർമൽ പല്ല് ആക്ച്വലി ഒരു ഓഫ് വൈറ്റ് നിറമാണ്. ശരിക്കും ഒരു ഹെൽത്തി ടൂത്ത് ഓഫ് വൈറ്റ് നിറമാണ്. പ്യുവർ വൈറ്റ് ഹെൽത്തി ടൂത്തിൻ്റെ ലക്ഷണങ്ങളല്ല. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഈ വെള്ളപ്പല്ലിലോടുള്ള ഒരു ക്രേസ് കാരണം ആൾക്കാർ ബ്ലീച്ചിങ് ചെയ്യുകയും വിനീർ ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ആ ഒരു ദൃഢത നഷ്ടപ്പെടില്ലേ? ഇല്ല, ഒരു ചെറിയ ലെയർ ഓഫ് ഇനാമിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ ആ വിനീഴ്സ് അവിടെ വെക്കുന്നത്. അത് സ്റ്റെബിലിറ്റി, നമ്മളിപ്പോൾ കേടായ പല്ലാകുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ കട്ട് ചെയ്തിട്ടാണ് ക്യാപ്പായിട്ടാണ് വെക്കുന്നത്. പക്ഷേ വിനീർ അങ്ങനെയല്ല, ഒരു ചെറിയൊരു ലെയർ കട്ട് ചെയ്തിട്ട് അതിനെ അവിടെ വെക്കുമ്പോഴത്തേക്കും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പെർമനന്റ് ആയിട്ട് വെക്കും. അപ്പോൾ നമുക്ക് ചൂ ചെയ്യാനോ അല്ലെങ്കിൽ പല്ല് തേക്കാനും എല്ലാം നമുക്ക് നോർമൽ ചെയ്യുന്ന കണക്ക് എല്ലാം ചെയ്യാം. ചെറിയൊരു കോട്ടിംഗ് പോലെയാണ് വെക്കുന്നത്. ഈ പല്ലില് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓഫ് വൈറ്റ് ആണ് പല്ലിന്റെ ഏറ്റവും നല്ല, അതായത് പിന്നെ നമ്മളുടെ ഈ സ്കിൻ കളേഴ്സ് അനുസരിച്ച് വേരിയേഷൻ വരും പല്ല്. ഓരോ ആൾക്കാരിൽ വേരിയേഷൻസ് ഉണ്ട്. കുറച്ച് ഡാർക്ക് സ്കിൻ ആയിട്ടുള്ളവർക്ക് കുറച്ച് വെള്ള പല്ലായിരിക്കാം, ലൈറ്റ് സ്കിൻ ആയിട്ടുള്ളവർക്ക് കുറച്ച് മഞ്ഞായിരിക്കും പല്ല്. പിന്നെ അല്ലാതെയും വേരിയേഷൻസ് വരാം പല്ലിൻ്റെ വേരിയേഷൻസ് വരാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? പിന്നെ കളറിൽ കൂടുതൽ വേരിയേഷൻസ് വരുന്നത് നമ്മളുടെ ഒരു ഓറൽ ഹൈജീനിൻ്റെ പ്രോപ്പർ ഓറൽ ഹൈജീൻ അല്ലെങ്കിൽ വേരിയേഷൻസ് വരാം. പിന്നെ നമ്മൾ ടീ, കോഫി, മഞ്ഞൾ കൂടുതലുള്ള ഫുഡ്, അങ്ങനെ സ്റ്റെയിൻസ് പിടിക്കുന്ന ഫുഡ്സ് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൂത്ത് കളർ ചേഞ്ച് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ചില മെഡിക്കേഷൻസ് കാരണം നമ്മുടെ ടൂത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് യൂഷ്വലി മോസ്റ്റ് കാരണങ്ങൾ നമ്മളായിട്ട് വരുന്നത്. അപ്പോൾ ഈ പല്ലിൽ ചെറിയ കറകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇത് ചിലത് മഞ്ഞിച്ചിരിക്കും, അതായത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഓഫ് വൈറ്റ് ആണെന്ന് പറഞ്ഞു. ഈ കറകളൊക്കെ മാറ്റുന്ന കോസ്മെറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മൾ ഒരു സ്കെയിലിംഗ്, അതായത് പല്ല് ക്ലീൻ ചെയ്യുക. അതിൽ തന്നെ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ തന്നെ ഏറെക്കുറെ അഴുക്കും സ്റ്റെയിൻസും എല്ലാം അതിൽ തന്നെ പോകും. പിന്നെ അതിലും പോകാത്ത സ്റ്റെയിൻസ് ആണ് നമ്മൾ ബ്ലീച്ചിങ്ങിലോട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതും ബ്ലീച്ചിങ്ങിലേക്ക് തന്നെയാണ് പോകുന്നത്. ഡോക്ടറെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പല്ലുകൾ ഒന്ന് ഷേപ്പ് ആക്കി വെക്കുമല്ലോ, അപ്പോൾ ചില പേർക്ക് കൂർപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്, ട്രയാങ്കിൾ ഷേപ്പിൽ വെക്കാറുണ്ട്. ഇങ്ങനെ ഷേപ്പ് മാറ്റി ഒന്ന് രാവിയൊക്കെ വെക്കുന്ന ഒരു കോസ്മെറ്റിക് വിഭാഗമുണ്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളം നല്ലതാണ്? ടൂത്തിനാണ് രാകുന്നതെങ്കിൽ അത് അത്ര നല്ലതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഏറെക്കുറെ ഇനാമിലും ഡെൻറ്റിനും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
അപ്പം പിന്നെ ചിലവർക്ക് അതൊരു കോസ്മെറ്റിക്കലി അങ്ങനെ എസ്തെറ്റിക്സ് അവർക്ക് നോക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് അവർക്ക് ഭംഗിയും തോന്നുമെങ്കിൽ ചെയ്ത് കൊടുക്കുന്നല്ലാതെ അത് ഞാൻ അത്രത്തോളം റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. ചെറുതായിട്ട് ഒരു കുറിപ്പും കൊടുക്കാമെന്നല്ലാതെ ഞാനത് വലിയ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എത്രത്തോളം നമ്മൾ എന്തായാലും അതിന് ഡ്രില്ല് ചെയ്യണമല്ലോ. എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആയിരിക്കും? സൈഡ് എഫക്ട്സ് എന്നല്ല, നമ്മളത് നമ്മൾ ആ ഇനാമലിലാണ് നമ്മൾ ആ സ്ട്രക്ചർ കൊടുക്കുന്നത്. അപ്പം കുറച്ച് നമ്മൾ ഇനാമൽ നഷ്ടപ്പെടുകയാണ്. അപ്പം ഇനാമലാണ് നമ്മളുടെ ബോഡിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സബ്സ്റ്റൻസ്. അപ്പം അതിനെ നമ്മൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യലാണ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പം അതിൽ നമ്മൾ രാകുമ്പോൾ അതിൻ്റേതായ ഒരു ഡിഫക്റ്റ് പല്ലിലുണ്ട്. അത്രേ ഉള്ളൂ. ഇത് അങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും ക്യാപ്പോ അങ്ങനെ? ക്യാപ്പ് ചെയ്യാറുണ്ട്. ഇതേപോലെ വിനീർസിലും നമുക്ക് ഷേപ്പ് ചെയ്ത് ചെയ്യിക്കാൻ പറ്റും. ഈ വിനേഴ്സ് ചെയ്യുന്നതാണോ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലത്? എന്താണ് ഡോക്ടറിന്റെ ഒരു അഭിപ്രായം? അത് കേസ് അനുസരിച്ചിരിക്കും, പേഷ്യൻ്റ് കേസ് അനുസരിച്ചിരിക്കും, ഏത് പല്ല് അനുസരിച്ചിരിക്കും, പല്ലിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും നമ്മൾ അത് ഡിസൈഡ് ചെയ്യുക. ഈ പല്ലിൽ തന്നെ തിളക്കം വരുത്തുന്ന ഉണ്ടല്ലോ, അതായത് പല്ല് കുറച്ച് തിളങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങളാണോ ദോഷങ്ങളാണോ? അത് ഇതും ഒരു കോസ്മെറ്റിക് രീതിയിൽ ആൾക്കാരുടെ ഒരു എസ്തെറ്റിക്സ് രീതിയിലാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ പറയുന്ന ഒരു ചെറിയൊരു ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് ഡയമണ്ട് അല്ലെങ്കിൽ ആ സ്റ്റോൺ ഫിക്സ് ചെയ്ത് കൊടുക്കലാണ് അതിൻ്റെ. ഡോക്ടർ, ഈ ഓർണമെന്റ്സ് വെക്കുന്നത് കല്ല് വെക്കുന്നത് ഏത് ഡയമണ്ട് തന്നെയാണോ അതോ മറ്റേതെങ്കിലും? പല ടൈപ്പ് സ്റ്റോൺസ് അവൈലബിൾ ഉണ്ട്, ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പം അതനുസരിച്ച് ഏതാണ് ആളുടെ പ്രിഫറൻസ് അതനുസരിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ക്ലീനിങ് നോർമൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ പല്ല് ക്ലീൻ ചെയ്താൽ മതി. വേറെ ഇതിനകത്ത് വേറെ അഴുക്കൊന്നും കയറാനുള്ള? ഇതിനകത്ത് കയറത്തില്ല, കാരണം നമ്മൾ അതൊരു അഡ്ഹെസീവ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാണ് അതിനെ. ഇത് ഇടയ്ക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അതിനെ തുറന്നിട്ട് അത് ഫിക്സ് ചെയ്താണ് വെക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അഴുക്ക് കയറത്തില്ല. ഓക്കെ. ഇപ്പോ പല്ലിൽ എങ്ങനെ ആ ഒരു അത് കയറി തട്ടില്ലേ നമ്മുടെ ചുണ്ടിലൊന്നും? ഇല്ല, അത് തട്ടത്തില്ല, കാരണം അതിന്റെ സർഫേസ് സ്മൂത്ത് ആയിരിക്കും. പിന്നെ നമ്മൾ അതിനെ കുറച്ച് ഡ്രിൽ ചെയ്തിട്ടാണ് അകത്തോട്ട് വെക്കുന്നത്. അപ്പം ആ പല്ലിന്റെ ആ ഇനാമലിന്റെ അതേ ലെയറിൽ തന്നെ ആയിരിക്കും ഈ ഡയമണ്ടും ഇരിക്കുന്നത്, സ്മൂത്ത് ആയിട്ടങ്ങ് വെച്ച്. ഇപ്പൊ ഡ്രില്ല് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ ഡ്രില്ല് ചെയ്ത് വെക്കുമ്പോ പല്ലിന്റെ ആ ഒരു ഹെൽത്ത് ഇപ്പൊ ഓർണമെന്റ് ആണെങ്കിൽ ഒരു സ്മോൾ ഡോട്ട് ഡ്രില്ലിങ്ങേ ഉള്ളൂ, അതായത് ചെറിയ ഒരു ഹോള് ചെയ്യുന്നുള്ളൂ. അത് വലിയ ഒരു എഫക്റ്റ് വരുത്തുന്നില്ല. അതിന്റെ മുകളിൽ ഈ ഡയമണ്ട് വരുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ പോലെ അതങ്ങനെ ഇരുന്നോളും. ഓക്കെ. അപ്പൊ ഇതാണ് ഈ കോസ്മെറ്റിക് സാധനങ്ങൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ, മെയിൻലി ചെയ്യുന്നത്. ഓക്കെ. ഇത് അത് മാത്രമല്ല, ഈ പല്ലിന് ഇട വരുമ്പോ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ ഫ്രണ്ടില്. പക്ഷെ പണ്ടൊക്കെ അത് പറയുമായിരുന്നു ഭയങ്കര ഐശ്വര്യമാണെന്നൊക്കെ പറയുമായിരുന്നു, ചിരിക്കുമ്പോൾ ഇടയുള്ളതൊക്കെ നല്ലതാണെന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോ ഒത്തിരി അത് മാറ്റുന്നുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു? ഇത് കുറേയൊക്കെ ആൾക്കാർ അവർക്ക് അവരെ എങ്ങനെയാണ് കാണാൻ ഇഷ്ടം, വേടപോൾ ചിലവർക്ക് വിടവുള്ള പല്ലുകളിലാണ് ഇഷ്ടം, ചിലവർക്ക് ആ ഗ്യാപ്പ് അടച്ചിരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ നമുക്ക് പല ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് പല്ലടയ്ക്കാനായിട്ട്. ചിലതിൽ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്, നമ്മളുടെ അതേ കളറിലുള്ള ഫില്ലിംഗ് വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അത് ചെറിയ ഇടവൊക്കെ ആണെങ്കിൽ അതേ കളറിലുള്ള ഫില്ലിംഗ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്രണ്ടിലത്തെ 2 പല്ലോ 2-3 പല്ല് ആണെങ്കിൽ അതേ കളർ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് അതിനെ ഫില്ല് ചെയ്ത് മാറ്റാൻ പറ്റും. നമ്മൾ അറിയത്ത് പോലും ഇല്ല പല്ല് ഫിൽഡ് ആണെന്നുള്ളത്. ചില കേസസിൽ ഡീപ്പർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ക്യാപ്പ് ചെയ്യേണ്ടി വരും. അത് വേറെ നമുക്ക് ഈ ഫില്ലിങ്ങിൽ അത് ഇരിക്കത്തില്ല. അപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ക്യാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ ഇരുന്നോളും. പിന്നെ ചില കേസസിൽ നമുക്ക് ഈ പറയുന്ന കണക്ക് ബ്രേസസ് ഇട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഓരോ പേഷ്യൻറ്റ് ഡിഫറെന്റ് പേഷ്യന്റിന് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആണ്. അവരുടെ ഒരു ഒപ്പീനിയനും കൂടി നമുക്ക് നോക്കും. പിന്നെ ആ ടൂത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള എന്ത് ട്രീറ്റ്മെന്റ് ആണ് അതായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം സ്പേസിങ് ഉണ്ട്, വേറെയും പല്ലുകൾ നിരയത്തിലോട്ട് വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ബ്രേസസ് ഇട്ട് അത് കറക്റ്റ് ചെയ്യുകയാണ്.
ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പല്ലിൽ സ്റ്റോണ് വെക്കുക, പല്ല് നല്ല വൈറ്റ് കളർ ആക്കുക, കളറിങ് ചെയ്യുക, അതോടൊപ്പം തന്നെ പല്ലിലെ ഇട മാറ്റുക അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് ആണ് പല്ലുമായി ബന്ധപ്പെട്ടുള്ളത്. ചിരിക്കുമ്പോൾ അഴക് വേണം എന്നുള്ളത് മസ്റ്റാണ്, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട്